ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് നോക്കാമെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സ്കൂളും ഇല്ല, മക്കൾ ഇവിടെ ഉണ്ട്. ദോശയും ഇഡ്ഡലിയും പുട്ടൊന്നുമല്ല ഇന്ന് ബ്രെഡും മുട്ടയും കൂടിയിട്ട് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ കറി വെക്കണം, ചോറ് വെക്കണം. അപ്പം ഇന്ന് എണീക്കുമ്പോൾ തന്നെ താമസിച്ചു. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ട മുട്ടയെല്ലാം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് പാലും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇതിയുടെ ഇടയ്ക്ക് ആക്കി കൊടുക്കാറുണ്ട്. രാവിലെ സ്കൂളിലെ ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കടിയാക്കാത്ത ദിവസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇപ്പം ബ്രെഡ് അതിലിട്ടിട്ട് ഓരോന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ടോസ്റ്റ് എന്നാ പൊരിക്കലെന്നാ പറയില്ല, ഞാൻ പൊരിച്ചു കൊടുക്കലെന്നാ പറയുക. നിങ്ങളെന്താ പറയാറ്? അപ്പം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. അതായിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പം ബ്രെഡെല്ലാം ഞാൻ ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും പൊരിച്ചെടുത്തിട്ട് ബ്രെഡ് ഇവിടെ ആയിട്ടുണ്ട്. അവസാനം കുറച്ച് മുട്ട ബാക്കി വന്നു. ഞാൻ വലിയൊരു ഓംലെറ്റ് ആക്കിയിട്ടുണ്ട്. നാടൻ മുട്ടയാണിത്. നമ്മൾ ചായ കുടിക്കുമെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇത് മക്കൾക്ക്. അപ്പം ഒരുപാട് സന്തോഷമായി. നല്ലോണം പാത്രം വന്നിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്രമെല്ലാം ഞാൻ കഴുകി അവിടെ ക്ലീനാക്കി. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി മീൻ മുറിക്കാൻ പോകുമെന്ന്. അതിലെ മീനാണ് കിട്ടിയേ. അപ്പോൾ മീനെല്ലാം മുറിച്ച് വെച്ച് വന്നിട്ടുണ്ട്. എൻ്റെ കുളിയും കഴിഞ്ഞതിനിടയ്ക്ക് അപ്പം വറക്കാനുള്ള മീൻ ഞാൻ മസാല തേച്ച് വെക്കുമെന്ന്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. രാത്രി എടുക്കൂ. അതിനിടയ്ക്ക് ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുമെന്ന്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വാളം പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങോട്ട് കൂടുതലും വാളം പുളിയാണ് ഉപയോഗിക്കൽ. കല്ലുപ്പ് ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പച്ചമുളക് കൂടെ ഞാൻ കീറിയിടുന്നുണ്ട്. ഇനി തേങ്ങ ചെറിയ അരച്ചെടുക്കണം. തിളച്ച് വന്നപ്പോൾ ഞാൻ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചിട്ട് അതും കൂടെ ചേർക്കുക. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം മോര് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തേയിലും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. മീൻ കറിയുടെ ആയിട്ടുണ്ട്. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിയുടെ ഓഫാക്കി. അപ്പോൾ മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുത്ത് അത് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അടിച്ചു വെച്ച തൈരും കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിള വരുമ്പോൾ ഓഫാക്കി ചോറ് കഴിക്കാൻ വേണ്ടി പോകുമെന്ന്. ചോറെടുത്തിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ഞാൻ മോൾക്ക് എടുത്ത് കൊടുക്കുമെന്ന്. മീൻ പൊരിച്ചില്ലേ എന്നാണ് മോള് ചോദിക്കുന്നത്. നോക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ പറയും രാത്രി വറുത്തേരെ ഇപ്പം ഇത് കഴിക്കുമെന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് മോളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് മക്കളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവളോട് പറയുന്നു മുടിയൊക്കെ ഇനി വൃത്തി നോക്കണം, മുടി വളരണ്ടേ, അമ്മ വാർന്നു തന്നില്ലെങ്കിൽ മോള് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് മോളോട്. അപ്പം എനിക്ക് ഉമ്മല തരുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ്. അവളെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്നേഹമാണ്. ചായ ഞാൻ ആക്കുന്നുണ്ട്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുമെന്ന്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ടാറ്റാ.